ജീവിക്കുന്നതുകൊണ്ട് ഭാര്യയുടെ ഇടിയും ചവിട്ടും കൊള്ളാതെ ജീവിക്കുക, അതേ ഉള്ളൂ. വേറെ വഴിയില്ല മോനെ. അതുകൊണ്ട് മാക്സിമം കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുക. ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി മൂവി എന്തുകൊണ്ട് പ്രേക്ഷകർ കാണണം? അതിന് 3 റീസൺസ് പറയാമോ എനിക്ക്? ആദ്യത്തെ റീസൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ, ആ പേരുകൾ തന്നെ. ഇപ്പോൾ മാർട്ടിൻ പ്രക്കാട്ട്, അല്ലെങ്കിൽ ഷാഹി കബീർ, അല്ലെങ്കിൽ റോബി വർഗീസ് എന്ന് പറയുന്ന 3 പേരുകൾ തന്നെ ഏറ്റവും നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതെന്ന പോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ട്, എൻഗേജിങ് ആയിട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത് പിന്നെ മൂന്നാമത്തെ റീസൺ, പടം ഓടിയാലേ എനിക്ക് EMI ഒക്കെ അടയ്ക്കാൻ പറ്റുള്ളൂ. അത് ജാക്കബോവിനോടാണ്. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? അത് മാത്രം പറഞ്ഞാൽ മതി. മര്യാദയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട് ഭാര്യയുടെ ഇടിയും ചവിട്ടും കൊള്ളാതെ ജീവിക്കുക, അതേ ഉള്ളൂ. വേറെ വഴിയില്ല മോനെ. അതുകൊണ്ട് മാക്സിമം കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുക. 6-ാം പാതിര ദൈവം സഹായിച്ച് നമുക്ക് ട്രൈ ചെയ്യാം, ഹോപ്പ്ഫുള്ളി. അപ്പോൾ അതിനു മുമ്പ് ഓഫീസറും ഡ്യൂട്ടിയിലൂടെ നിങ്ങളെ ഒന്നും കൂടെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ശ്രമമാണ്. ഹോപ്പിംഗ് ഫോർ ദാറ്റ്. താങ്ക് യു. ഫസ്റ്റ് ഞങ്ങൾ കുപ്പി എന്നൊരു ക്യാരക്ടർ, അതിലാണ് എപ്പോഴും വിശാഖ് എന്നൊരു പേരിനേക്കാൾ കൂടുതൽ കുപ്പി എന്നാണ് നോൺ. പിന്നെ ചങ്ക്സ്, അങ്ങനെ ഭയങ്കര കൂൾ ക്യാരക്ടേഴ്സാണ്. അതിൽ നിന്ന് പിന്നീട് ഒരു സീരിയസ് മോഡിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? അല്ല, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു ഊളയുണ്ടല്ലോ അല്ലേ? അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചൊന്നേ ഉള്ളൂ. ഈ പാർട്ടിൽ മഹാ ഊളയാണ്. Thank you guys. So, Block the Life 2020. ഞങ്ങളെല്ലാം ത്രില്ലായി. So we guys are eagerly waiting for the movie to release. അപ്പോൾ സോ മറക്കാതെ കാണാം ഫെബ്രുവരി 20th. I invite our principal, Ma'am Dr. Lizzie Pajipalli, on to the dais. സ്വാഗതം. ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു. ചാക്കോച്ചൻ എനിക്ക് തോന്നുന്നു 2ാമത്തെ പ്രാവശ്യവും 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. അനിയത്തി പ്രാവ് സിനിമ അന്ന് ഞാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അനിയത്തി പ്രാവ് സിനിമ റിലീസ് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഭാരതമാതയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ആദ്യകാലങ്ങളിൽ സിനിമയുടെ തുടക്കത്തിലുള്ള സമയത്ത് ഇവിടെ ആര് വരുന്നോ, അത് നായകരായാലും നായികമാരായാലും അവർ വീണ്ടും വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇവിടേക്ക് തിരിച്ചു വരാറുണ്ട്. ആ ഒരു ചരിത്രം കൂടിയാണ്. So thank you, ma'am. Ma'am Chakocha. So ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇത്രയും കാലങ്ങൾക്കുള്ളിൽ ഏറ്റവും
ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ഒരു ഫാനിന്റെ മെമ്മറി ഏതാണ്? എടുത്ത് ഓർമ്മയിൽ എപ്പോഴും ഉള്ള ഒരു മെമ്മറി ഫാനിന്റെ ഉള്ള? ആ ഫാനാണ് ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ടു ബി ഫ്രാങ്ക് അത് തന്നെയാണ് അത്. താങ്ക് യു. എന്തിനാ പോലെ ആർക്കാ അറിയേണ്ടത്? ശരിയോ? ഇൻസ്റ്റയിലിടാം കേട്ടോ. താങ്ക് യു. ചോദിക്കണം എവിടെ നിന്നാണ്? ഭാര്യയോട് ചോദിക്കണം. പുള്ളിക്കാരിയാണ് എൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്തത്. താങ്ക് യു വെരി മച്ച്.